ഇപ്പോൾ പോക്കോ ബ്രാൻഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ അവരുടെ ഫോണിനുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ പോക്കോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ C65 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല MediaTekന്റെ Helio G85 എന്നുള്ള പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ 128 GB ഇന്റേണലും വരുന്നുണ്ട്. ബാക്കി ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 6.74 ഇഞ്ചിന്റെ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 7000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8250 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M6 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് മുതൽ തന്നെ നമുക്ക് 5G ഫോൺ കിട്ടുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 6100+ എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം 5G സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. 8250 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 9500 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M6 Pro 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. 7 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ച്വൽ ഡിസൈനും വരുന്നുണ്ട്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് തന്നെയാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 14000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X5 5G എന്ന സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് AMOLED ഡിസ്പ്ലേ തന്നെ കിട്ടുന്നുണ്ട്. 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച്വൽ ഡിസൈനും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 7 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 48+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇത് കുറച്ച് പഴയ ഫോണാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി പുതിയൊരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ പോക്കോ X6 Neo 5G എന്ന സ്മാർട്ട് ഫോൺ 15000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. അതിൽ സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പും സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ പ്രോസസ്സറിന്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. MediaTek Dimensity 6080 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 108+2 മെഗാ പിക്സലിലെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ മറ്റേതിലുള്ള അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 19000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പഞ്ച്വൽ ഡിസൈനും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് 12-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 2 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. വോയിസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5100 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 19000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 24000 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് എത്തിക്കാം എന്നുണ്ടെങ്കിൽ പോക്കോ X6 Pro 5G എന്ന സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 8300 Ultra എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ഏകദേശം സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഏകദേശം സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. 24000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 30000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ F6 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡോൾബി വിഷന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. 15 5G ബാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 30000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് പോക്കോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.